ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് കോൺഗ്രസിൻ്റെ ഭവന പദ്ധതി ശിലാസ്ഥാപനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർവഹിക്കുകയാണ്. തത്സമയം പോവുകയാണ്. നേരത്തെ പ്രിയങ്ക ഗാന്ധി വയനാട് MP സംസാരിച്ചു. രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ ഭവന പദ്ധതിയുടെ ശിലാസ്ഥാപനം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കാൻ പോവുകയാണ്. ഇരുവരും ചേർന്നുകൊണ്ടാണ് പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചത്. दीपादास मुंशी जी, KC वेणुगोपाल जी, प्रियंका जी, सनी जोसेफ जी, PK कुन्यालीकुट्टी जी, बालाकृष्णन जी, T सिद्दीक जी, अनिल कुमार जी, PK बशीर जी, इसाक जी, senior leaders on the dais, brothers and sisters, I'd like to welcome all of you here today in the foundation laying ceremony for houses that were built for the victims of the tragedy. പ്രിയങ്ക ഗാന്ധിജി ഉൾപ്പെടെയുള്ള അധ്യക്ഷവേദിയിലെ ആദരണീയരും ബഹുമാന്യരുമായ നേതാക്കന്മാരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഒരു ദുരന്തത്തിനൊടുവിൽ വീട് നഷ്ടപ്പെട്ട 100 കുടുംബങ്ങൾക്ക് നാം ഉറപ്പുകൊടുത്ത നമ്മുടെ ഭവന പദ്ധതിയുടെ ശിലാസ്ഥാപനത്തിലേക്ക് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ ഹാർദമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. I was listening to Priyanka's speech where she was describing what we saw in the aftermath of the landslides that happened here. പ്രിയങ്ക ഗാന്ധിജിയുടെ പ്രസംഗം ഞാൻ കേൾക്കുകയായിരുന്നു, ശ്രദ്ധിക്കുകയായിരുന്നു. അവരത് പറയുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ആ വലിയ ദുരന്തത്തിന് ശേഷം വിറങ്ങലിച്ചു പോയി നാട്ടിൽ വന്ന് ഞാൻ കണ്ടതും നിങ്ങൾ കേട്ടതുമെല്ലാം ഓർക്കുകയായിരുന്നു. It was strange because for me it was the second time that I witnessed the tragedy of a landslide. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നാമതായിരുന്നില്ല. ഞാൻ രണ്ടാമത്തെ തവണയായിരുന്നു അത്തരത്തിൽ ഒരു ഉൾപ്പൊട്ടലിന്റെ ഭീകരത, അതിന്റെ പ്രയാസങ്ങൾ ഞാൻ നേരിട്ട് കാണേണ്ടി വന്നത്. And both times I saw people of Wayanad react in a similar way. രണ്ട് തവണയും ആ ദുരന്തത്തിന്റെ മുമ്പിൽ വയനാടിന്റെ ജനതയുടെ പ്രതികരണത്തിന്റെ ധീരത ഞാൻ നേരിട്ട് കണ്ടതാണ്. അത് ഒരുപോലെ ഇരുന്നിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. The entire Wayanad, regardless of religion, thoughts, age, they all suddenly came together. ജാതിയുടെയും മതത്തിന്റെയും പ്രായത്തിന്റെയും ചിന്തയുടെയും ആശയത്തിന്റെയും എല്ലാത്തിന്റെയും അതിരുകൾക്കപ്പുറത്തേക്ക് ആ ദുരന്തത്തിന്റെ മുമ്പിൽ ഒരു ജനത തോളോട് തോൾ ചേർന്ന് നിന്നതാണ് എന്നുള്ളത് ഞാനിപ്പോ അഭിമാനത്തോടെ ഓർക്കുകയാണ്. And you know, when you first hear about this type of thing, you have not seen it with your own eyes. It is not clear to you what has happened. ആദ്യ കേൾവിയിൽ കണ്ണിൽ കാണാത്തിടത്തോളം കാലം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. I remember the first time I saw this, we went up a little hill from where we could see that almost the entire village had been washed away. ഇത് സംഭവിച്ച ശേഷം ഒരു മലനിരയുടെ ഉയർന്ന തലത്തിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചുപോയത് കണ്ടു നിൽക്കേണ്ടി വന്നു. If people had not told me that there was a village there, I would never have known there was a village there. ആ കാഴ്ചയിൽ കണ്ടതിന് പുറമെ ജനങ്ങൾ അവിടെ ഒരു ഗ്രാമം ഉള്ളത് എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കാഴ്ച പോലും അങ്ങനെ ഒരു ഗ്രാമം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ വിശ്വസിപ്പിക്കാൻ കാരണമാകുമായിരുന്നില്ല. And second time, again we climbed up. I remember hill nearby here, and we walked up. It was quite muddy, and I remember the firemen were working day and night. And then when you look down,
from the top of the hill, you realize the scale of the violence that nature has carried out. രണ്ടാമത് വന്നപ്പോ മലനിരകൾ നടന്നു കയറിയപ്പോ മണ്ണും ചളിയും താണ്ടിയപ്പോ ഉയരത്തിലെത്തി താഴോട്ട് നോക്കിയപ്പോഴാണ് പ്രകൃതിയുടെ ആ ഭീകര താണ്ഡവത്തിന്റെ അതിന്റെ അപകടാവസ്ഥ എത്രത്തോളമാണെന്ന് നേരിട്ട് ബോധ്യപ്പെട്ടത്. How suddenly the most beautiful mountains suddenly become violent and hundreds of people die in seconds. മനോഹാരിതയുടെ പ്രതിബിംബങ്ങളായിരുന്ന ആ മലനിരകൾ അത് വലിയ ഖേദത്തിന്റെ ദുഃഖത്തിന്റെ കേന്ദ്രങ്ങളായി മാറിയതിന്റെ നിരവധി മനുഷ്യ ജീവനുകൾ പൊലിഞ്ഞു പോയതിന്റെ വേദനയായിരുന്നു കണ്ടു നിൽക്കേണ്ടി വന്നത്. I remember a little boy who we were talking to, whose entire family had drowned in front of him, and he had tried to save everybody. ഞാനൊരു ചെറിയ ആൺകുട്ടിയുമായി സംസാരിച്ചത് ഞാൻ ഓർക്കുകയാണ്. തന്റെ കൺമുന്നിൽ കുടുംബം മുഴുവൻ ഒലിച്ചു പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ദുരന്തം താങ്ങേണ്ടി വന്ന ഒരു ചെറിയ കുട്ടി. So you lost a lot, but you never lost your spirit. ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും വയനാടിന്റെ ജനത അവരുടെ ആത്മവീര്യത്തെ നഷ്ടപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ ഓരോന്നും തെളിയിച്ചത്. You never lost your courage. You never lost your courage. നിങ്ങളുടെ ധീരത ഒരിക്കലും നിങ്ങൾക്ക് കൈമോശം വന്നിരുന്നില്ല. And most important, more important than spirit and courage, you never lost compassion for other people. അത് മാത്രമല്ല, ആത്മവീര്യത്തെക്കാളും ധീരതയെക്കാളും ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അതിനേക്കാളെല്ലാം പ്രാധാന്യത്തോടെ ആ നഷ്ടങ്ങൾക്ക് നടുവിലും കൂടെയുള്ളവരെ മറ്റുള്ളവരെ കരുതാനുള്ള നിങ്ങളുടെ മനസ്സ് അത് ദൃഢമായി നിന്നു. അത് നിങ്ങൾക്ക് ഒരിക്കലും കൈമോശം വന്നിരുന്നില്ല. For many of us who were not directly impacted by the tragedy, this was a huge event. പലർക്കും, നമ്മളിൽ പലർക്കും, ഇതിനു മുമ്പ് ദുരന്തം നേരിട്ട് അനുഭവിച്ചിട്ടില്ലാത്ത പലർക്കും ഇതൊരു അനുഭവ പാഠമായിരുന്നു. After the event, we went home to our family members. ഈ ദുരന്തത്തിന് ശേഷം കുടുംബങ്ങളിലേക്ക് അവരുടെ അംഗങ്ങളോടൊപ്പം തിരിച്ചു പോരാൻ We slept in our house. സ്വന്തം വീടിൽ കിടന്നുറങ്ങിയിരുന്നവർ, We played with our friends. സുഹൃത്തുക്കളും ഒന്നിച്ച് സമയം ചെലവഴിച്ചവർ. But for the people who were impacted by the tragedy, this was not an event. പക്ഷേ ഈ ദുരന്തം താങ്ങേണ്ടി വന്നവർക്ക് ചിത്രം അതായിരുന്നില്ല അവരുടെ മുമ്പിൽ വരച്ചു വെച്ചിരുന്നത്. This is a process that is going to remain with them for the rest of their life. അവരുടെ ജീവിതത്തിനും ഈ കാലശേഷം അവർക്കിനി മുന്നോട്ടുള്ള പാതയിൽ ഇതാണ് അവർക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. They will look back on that day and remember maybe their father or their brother or their sister or their friend who's not there anymore. ആ ദുരന്തത്തിന്റെ ദിനങ്ങൾ ഓർത്തിട്ട് ജീവിതത്തിൽ ശേഷിക്കുന്ന ദിവസങ്ങളിൽ ഓരോരുത്തരും അവർ ചിലപ്പം ചിന്തിക്കുമായിരിക്കും, എന്റെ അച്ഛൻ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ സഹോദരങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ചിന്ത ജീവിതാവസാനം വരെ അവരെ വിട്ടു പോകില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. They will carry this with them every day. They will remember this day for many years. ഈ ഉണങ്ങാത്ത മുറിവുകൾ അവരുടെ ജീവിതാന്ത്യം വരെ അവരുടെ ഉള്ളിൽ അവർ കൊണ്ടു നടക്കും. This ceremony today is a symbol, is a message to those people. അവർക്കുള്ളൊരു ലളിതമായ സ്നേഹം നിറഞ്ഞൊരു സന്ദേശമാണ് ഇന്ന് ഈ സംഗമവും ഈ ചടങ്ങും. That in this process of recovery, in this process of healing, we are with you. അതിജീവനത്തിന്റെ ഈ പാതയിൽ അവരോട് ഞങ്ങൾ നെഞ്ചിൽ കൈവച്ച് പറയുന്നു, നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്നുള്ളത് അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. And for us it is not a one-day event that happened, because you are our family. അതൊരു ദിവസം കൊണ്ടുണ്ടായി തീർന്ന ഒന്നല്ല, കാരണം നിങ്ങൾ ഞങ്ങളുടെ കുടുംബമാണ്, കുടുംബത്തിലെ അംഗങ്ങളാണ്. And we are going to stand with you not once, not twice, but we are going to stand with you whenever you need us. ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴാ ഒരു ദുരന്തമുഖത്ത് ഈ ഒരു തവണയോ നാളെ വേറൊരു തവണയോ എന്നുള്ളതല്ല, എപ്പോഴെല്ലാം നിങ്ങൾക്ക് തോളോട് തോളൊരുമി നിൽക്കാൻ ഞങ്ങൾ ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ള വാക്കാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. My sister was telling me in the car that she's not happy that this process had taken so long.
My sister was telling me in the car that she's not happy that it has taken so long to do this. കാറിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹോദരി എന്നോട് സൂചിപ്പിക്കുകയായിരുന്നു ഇത് ഇത്രയും കാലതാമസം ഇതിനെടുക്കേണ്ടി വന്നതിന്റെ പ്രയാസങ്ങളെ സംബന്ധിച്ച്. There were complexities with the permissions, there were complexities with the land, other complexities. ഭൂമി ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളിലെ സാങ്കേതിക കുരുക്കുകളും നൂലാമാലകളും എല്ലാം ഇതിന്റെ മുന്നിൽ തടസ്സമായി നിന്നിരുന്നു. But now I hope that this project is completed as quickly as possible. ഇപ്പോ ഞാൻ ഉറച്ചു പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു എല്ലാ നൂലാമാലകൾക്കും അപ്പുറത്തേക്ക് ഇത് അതിവേഗം പൂർത്തീകരിച്ച് ഈ 100 ഭവനങ്ങൾ അവരുടെ അർഹരായ ആളുകളുടെ കൈകളിലേക്ക് എത്തുമെന്നുള്ളത് എന്റെ ഉറച്ച വിശ്വാസമാണ്. For me, coming back to Wayanad is always a pleasure. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ണിലേക്ക് വരിക എന്നുള്ളത് എന്നും എന്റെ മനസ്സ് നിറയെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. Now, I told you I was speaking about serious stuff. Now, because I'm here with my family members, I want to say something slightly more lighter. Sir. Slightly lighter. Earlier, I was talking about serious things. I was saying Seriously, serious okay. things. Now, because I'm talking to my family members, I want to say something slightly lighter. അതീവ ഗുരുതരമായ പല കാര്യങ്ങളെ സംബന്ധിച്ചാണ്, ഗൗരവമേറിയ കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഇനി എനിക്ക് എന്റെ കുടുംബാംഗങ്ങളോട് 2 ചെറിയ വർത്താനങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്. So, of course, before I say that, I want to thank my friends in the Muslim League who also helped with the houses, with the construction and with the rehabilitation of people here and all partners in the UDF. അതിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ ദുരന്ത മുഖത്ത് ആശ്വാസത്തിന്റെ തെളിനീരുമായി കടന്നു വന്ന് ആ ഭവന പദ്ധതി പൂർത്തീകരിച്ച ആ വീടുകൾ കൈമാറാൻ തയ്യാറാക്കി വെച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുഴുവൻ സഹപ്രവർത്തകരെയും ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു.